ഇത് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും ഇവിടില്ല, മനസ്സിലായോ? കാശ് ഇവിടെ വെച്ചിട്ട് പോടാ, പോ. സാർ മോളിലെ മുറി ശരിയാക്കിയിട്ടുണ്ട്. അതെയാ? എന്റെ എന്റെ ഒരു സന്തോഷത്തിന്. അത് ശരി. അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണെന്ന് കേട്ടത് നേരാണല്ലേ? നീ ആരടാ? കിരീടമില്ലാത്ത രാജാവോ? ഇന്ന് മാരുതി ഡീലക്സ്, നാളെ മാരുതി സെൻ, മറ്റന്നാൾ മാരുതി 1000. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. ഭ്രാന്തനായിരിക്കൂ. ആഹാ, ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുരങ്ങ് തൊപ്പി വെച്ച പോലെ ഇരുന്നേനെ. പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നീ ബ്രോക്കറല്ല, ഡോക്ടറാണ്. ഓഹോ. ഡോക്ടർ ശങ്കർ. യെസ്, കമിൻ. എന്താണ് അസുഖം? നാക്ക് നീട്ടു. ഓക്കെ. ഓ, അത് ശരി, പ്രാടാണല്ലേ. ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല. താൻ ആരാടോ? താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത്? എന്റെ റൂമും എന്റെ കട്ടിലോ? ദിസ് ഈസ് മൈ റൂം ആൻഡ് ദിസ് ഈസ് മൈ കട്ടിൽ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ ആം ആൻ എഞ്ചിനീയർ. യു നോ ദാറ്റ്? എന്നാൽ ഐ ആം എ ഡോക്ടർ, MBBS. യു നോ ദാറ്റ്? നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ഓൾസോ. ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ? അതിരിക്കട്ടെ, ഈ മഞ്ജുനെയും രാധയും ശീലയൊക്കെ എനിക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? ഒരു ഡോക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം. മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ, ഞാനൊരു കാര്യം പറയട്ടെ. ലോകത്ത് ഒരു ഡോക്ടറും ഇതുപോലൊരു ചെറ്റമുറിയിൽ താമസിക്കാൻ വരില്ല. നോക്ക്, ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല. ഇത് എന്റെ പെട്ടിയല്ല, എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ. കമ്പൗണ്ടർ നീലേന്ദ്രൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ വേൾഡ് ഫേമസ് അല്ലേ. കൈകൊട്. കക്കാൻ അറിയാം, പക്ഷേ നിൽക്കാൻ അറിയില്ല. എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാ മിസ്റ്റർ? ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവുമുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചുയർന്ന ഒരു MSc എഞ്ചിനീയർ. അതെ, ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ. ബാലന്റെ നാട് എവിടെയാ? പേര് ബാലൻ എന്നല്ല. അപ്പൊ നാട് ബാലൻ എന്നാണോ? പേര് രമേശ് കുമാർ, നാട് രാമമംഗലം. മിസ്റ്റർ രമേശ് കുമാർ, യെസ്. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നിങ്ങളെ പോലുള്ള ഒരു എഞ്ചിനീയർ ഇതേപോലത്തെ ചെറ്റമുറിയിൽ താമസിക്കേണ്ട കാര്യം എന്താ? അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാ ഞാൻ. അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ഇനിയിപ്പോ എത്ര വലിയ എഞ്ചിനീയർ ആയാലും, ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ താണ സ്ഥലത്തെ ഞാൻ താമസിക്കൂ. താണ നിലത്തെ നീരോടൂ. തപസ്സിരുന്നേ പൂവിരിയൂ താണ നിലത്തെ. ഒരു മുട്ടപ്പില്ല. താൻ താഴെ കിടന്ന് തപസ് ചെയ്തോ, ഞാൻ ഈ കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളാം. ശരി, നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോളൂ. പക്ഷേ താൻ ഡോക്ടറല്ല, വെറും ബ്രോക്കറാണെന്ന് ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അറിയിക്കേണ്ടവരേക്ക് അറിയിച്ചിരിക്കും. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം. ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. വേണമെങ്കിൽ എന്നും രാവിലെ തന്നെ ഓഫീസിൽ എന്റെ മാരുതിയിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ എന്നെ സുഖിപ്പിക്കണ്ട. എവിടത്തെ എഞ്ചിനീയറാന്നാ പറഞ്ഞത്? അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് ഒരിടത്തല്ല, സ്ഥലം ഇങ്ങനെ മാറി മാറി വരും. ഇപ്പോ പള്ളിമുക്കില്ല. ശരി, എന്നാ നമുക്ക് ഉറങ്ങാൻ നോക്കാം. എനിക്കൊന്നും ഉറക്കം വരും തോന്നുന്നില്ല. എന്നാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തോ. ബാലൻ എന്നടാ കാല. സോറി ബാല. खबर मिली है कि खतरनाक आतंकवादी भिंद्रन बिल्ला तिहाड़ जेल से फरार हो गया है। फरार के पीछे किसी अंतरराष्ट्रीय आतंकवादी ग्रुप होने की आशंका है। भिंद्रन बिल्ला को जिंदा या मुर्दा पकड़ने वाले को सरकार ने 50 लाख रुपए का इनाम देने का घोषणा की है। ഗുരുവായൂരപ്പ, പിക്ചർ ട്യൂബ് വീണ്ടും പോയെന്നാ തോന്നണേ. കൊച്ചാപ്പി, ഇവനിത് എവിടെ പോയി കിടക്ക? കൊച്ചാപ്പി, മന്ത്രിയോട് ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാണെന്നോ അയാൾ ഇന്ന് അറിയും. അയ്യോ, എന്റെ യൂണിഫോം എടുത്തിട്ട് ആരാ നിന്നോട് പറഞ്ഞത്? ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കും. എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി ഒരു 5 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ, എന്നെ പറഞ്ഞു വിടരുത് എന്ന് നീ പറയാറില്ലേ? ക്ഷമിക്കണം സാർ,
ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നെ പിരിച്ചുവിടരുത്. ഡാ, നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണമെന്നുള്ളത് കുഞ്ഞുനാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ. അത് നടന്നില്ല. ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ടുകാവ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള ഒരു... കൂടുതൽ വാദ്യമൊന്നും അടിക്കണ്ട. ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വാ. കട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ? പാൽ കാപ്പി മതി. ബ്രൂ കാപ്പി വേണോ പൊടി കാപ്പി വേണോ? ബ്രൂ കാപ്പി ആയിക്കോട്ടെ. പാല് വേണോ പാൽപ്പൊടി വേണോ? ഏതാ ഉള്ളത്? ഇത് രണ്ടും ഇല്ല. കട്ടൻ ചായ തരാം സാർ. ഓ, കാലമാടനെത്തി. ഇതേ നമ്മൾ താമസിക്കുന്ന വീടാ, പോലീസ് സ്റ്റേഷൻ അല്ല. ഇവിടെ വെച്ച് അവൻ വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അവനടിക്കും. നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ വീട് എന്റെയാ. തല്ലും പിടിയൊക്കെ റോട്ടിൽ ഇറങ്ങിയിട്ട് മതി, ഇവിടെ വേണ്ട. എന്താ കോൺസ്റ്റബിൾസ്, സാർ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല. അതിനിത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. എങ്കിലും യൂണിഫോം ധരിച്ചു നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ? സുപ്പീരിയർ കൈക്കൂലി കൊടുത്ത് നീ സുപ്പീരിയർ ആയതല്ലേ? ആണോ സാർ? സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് SI സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം ഭാസ്കരൻ കോൺസ്റ്റബിളിന് അറിയില്ലേ? നിനക്ക് എന്ത് സ്പോർട്സ് അറിയാം? തവളച്ചാട്ടോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, an ass is but an ass though he carries gold. എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന്. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. നമ്മൾ സമാധാന പാലകരാണ്, സമാധാനം തകർക്കുന്നവരാണോ സാർ? പ്ലീസ് ദയവായി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അച്ഛന്റെ വീടായിപ്പോയി. ഓക്കെ, രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും. വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടികിട്ട പുള്ളിയെ ഞാൻ കണ്ടു. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം, ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ. സർ, കം ഓൺ ക്വിക്ക്. സർ. ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത്. കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാൻ ഒരു ആരാധിയെ പരിചയപ്പെടുത്തി തരാം. വെയിറ്റ് ചെയ്യൂ. എന്തു പറ്റി ഭാസ്കര? അവളും ഈ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതായി കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി അഞ്ജു രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ KV ഭാസ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റി ഇന്റർസോൺ മത്സരത്തിൽ നമ്മുടെ കോളേജിന് സ്തുത്യർഹമായ അംഗീകാരം നേടുത്തുന്ന കലാകാരി എന്ന നിലയ്ക്ക് കുമാരി അഞ്ജു രാഘവനെ. ആരാ ഭാസ്കര അത്? പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം. അതിനെന്താ ഇങ്ങനെ ഒരു ഭാവം? അവളോടും SI ആയിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അവളോട് SI ആണെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ DGP ആണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവൻ ഇതിനൊക്കെ മെനക്കെടുന്നത് എന്തിനാ? പരിചയമില്ലാത്ത നാടല്ലേ, അവളെ തനിച്ചയക്കാൻ പറ്റുമോ? വാങ്ങിച്ചോ മോളെ. എല്ലാം കിട്ടിയില്ലേ ഡാഡി? ബാക്കി നമുക്ക് നാളെ മേടിക്കാം. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അഞ്ജുവിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ SI ഭാഗ്യനാഥനെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ 47 കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും. ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത്? നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റാളിൽ നിന്നായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കൈകളിൽ എത്തിയിരിക്കും. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള 2 കോൺസ്റ്റബിൾമാർ എന്റെ ജീപ്പിൽ ഇരിപ്പുണ്ട്. വരൂ, അവരെ ഏൽപ്പിച്ചാൽ മതി. അമ്മാവനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. വരൂ. ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാൽ മതി. മുതലാളി ചതിച്ചു, മുതലാളി ചതിച്ചു. എന്താണ് എന്ത് പറ്റി? അടിയോടടി. അടിയോ? ആര് തമ്മിൽ? നിന്ന് വലിക്കാതെ കാര്യം പറ. ഔസേപ്പ് മുതലാളിയുടെ മകനും അനന്തം മുതലാളിയുടെ മകനും തമ്മിൽ പൊരിഞ്ഞടി. എവിടെ? അവിടെ പുഴക്കടവിൽ. എന്ത് മണ്ടാരം കാണാൻ നിൽക്കുക? വലിയ
എടാ തൊമ്മിക്കുഞ്ഞെ കേറി വേണ. എടാ ഉണ്ണി മര്യാദക്ക് കേറി വരാൻ. എടാ തൊമ്മി കഴുത, നീ ഇങ്ങോട്ട് കേറി വരാനാ പറഞ്ഞേ. മര്യാദക്ക് രണ്ടും കേറി വരാനാ പറഞ്ഞേ. വേണ്ട മുതലാളി, അവിടെ നടത്തി ചേരാണ്. പോയി പിടിച്ച് കയറ്റാ നടത്തേ. ഒന്നുകുഞ്ഞേ, ഒന്നുകുഞ്ഞേ, കേറി വാ, കേറി വാ, ഇങ്ങോട്ട് വാങ്ങ്. അച്ഛനമ്മമാര് വിളിക്കണം. ചോറെല്ലി കയറി കുത്തുന്നതാ. സെക്രട്ടറിമാര് ഇങ്ങോട്ട് വേണ. നാണമില്ലടാ തെരുവുപെട്ടികളെ തമ്പിത്തല്ല. ഞാനല്ല ഈ തൊമ്മിച്ചനാ. അയ്യോ ഞാനാ. നിന്റെയൊക്കെ പ്രായത്തില് മഞ്ഞും മഴയും വെയിലും നോക്കാതെ മുണ്ടും പുറുക്കി കൊടുത്ത് മാട് പണിയുന്ന പോലെ കഷ്ടപ്പെട്ടിട്ടാ ഔസേപ്പത്തിന് ഞാൻ ഈ നിലയിലെത്തിയത്. അറിയോ? അന്ന് മുതൽ ഇന്ന് വരെ ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. സുഖവും ദുഃഖവും എല്ലാം ഞങ്ങൾ ഒന്നിച്ചനുഭവിച്ചു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പരസ്പരം വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള വാശി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കിട്ടിയ സന്താനങ്ങൾ കൊള്ളാം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കീരിയും പാമ്പനെയും പോലെ കരുപിടി കൂടുന്ന എംബോക്കികൾ. എന്തായിരുന്നടാ ഇന്നത്തെ പ്രശ്നം? എന്താ നാം ഇറങ്ങിപ്പോയോ? അത് പിന്നെ അപ്പച്ച, ഈ ഉണ്ണി പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളി ക്രിക്കറ്റ് ആണെന്ന്. അത് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ വെച്ചാ? ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ കളി ഫുട്ബോൾ ആണെന്ന്. അപ്പച്ചൻ അറിയാലോ, ഞാനൊരു ജനകീയനായ ക്രിക്കറ്റ് പോലെ ഇത്ര അന്തസ്സുള്ള ഒരു കളി വേറെ ഏതാ ഉള്ളത്? ഈ ഫുട്ബോൾ എന്ന് കേൾക്കുന്നത് തന്നെ നാണക്കേടാ. 22 മണ്ടന്മാര് ഒരു പന്തിന്റെ പുറകെ ഒരർത്ഥവുമില്ലാതെ ഓടുന്ന ഒരു തല്ലിപ്പൊളി കളിയല്ലേ ഫുട്ബോൾ. ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന് കേൾക്കുന്നതിന് സ്റ്റൈൽ. ഓ വലിയ സ്റ്റൈല്. ഈ ഫുട്ബോളുകാരുടെ സ്റ്റൈലും സ്റ്റാമിനയും ക്രിക്കറ്റ് ആർ കൊണ്ടോടാ. അപ്പച്ചൻ ഇങ്ങോട്ട് നോക്കെ. ഡിഫൻഡർ മിഡ്ഫീൽഡർ കൊടുത്തിട്ട് മിഡ്ഫീൽഡർ ഹെഡ് ചെയ്ത് സെന്റർ ഫോർവേഡിന് കൊടുത്തിട്ട് സെന്റർ ഫോർവേഡ് ഇങ്ങനെ ഗോൾ പോസ്റ്റ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് കിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഗോൾ. എടാ നിന്റെ ക്രിക്കറ്റ് ആർ എന്താ ചെയ്യണേ? ആദ്യം ബോൾ എടുത്ത് പട്ടി നക്കും പോലെ 5-6 നക്ക് നക്കും. എന്നിട്ട് പാന്റിലിട്ട് 5-6 പ്രാവശ്യം ഉരയ്ക്കും. എന്നിട്ട് ഞൊണ്ടിക്കാലം പട്ടിയെ പോലെ കുണുങ്ങി കുണുങ്ങി വന്ന് 3 കുറ്റിയിൽ ഒരു ഏർ. അതല്ലേ ഒരു മിടുക്ക് വേണോടാ? എന്ത് മിടുക്ക്? ഇവന്മാർക്ക് ക്രിക്കറ്റ് കളിയൊന്നും അല്ല മെയിൻ പണി. ഏത് സമയം പരസ്യത്തിൽ അഭിനയിക്കണം. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഐ ലൈക്ക് മാങ്ങ, ഐ ലൈക്ക് ചക്ക, ഐ ലൈക്ക് തേങ്ങ. ഈ അസറുദ്ദീനും സച്ചിൻ ടെണ്ടുൽക്കറും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത്രയൊക്കെ കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ലാത്തപ്പോ തലതല്ലി കീറുമല്ലോ. രണ്ടിനെ ചൂടിലെടുത്ത് നല്ല പിടപെടക്കണം. കർത്താവേ, രണ്ടിനെ കാശ് മുടക്കി പഠിപ്പിച്ച് വെറുതെ ആയല്ലോ. വിദ്യാഭ്യാസവും ബോധവുമില്ല. വായി നോക്കികള്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്തെങ്കിലും നന്നാകുമെന്ന് കരുതിയാ നമ്മൾ യുവമാർക്ക് ഒരു തിയേറ്റർ ഇട്ട് കൊടുത്തത്. അതുപോലും നേരെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ലെങ്കിൽ അടച്ചുപൂട്ടി ഗോഡൌൺ ആക്കി ഞാൻ. അത് മാത്രം അച്ഛൻ പറയരുത്. നല്ല അന്തസ്സായിട്ടാ ഞങ്ങൾ തിയേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ അന്തസ്. അവിടെ രണ്ടും തമ്മിൽ തല്ലല്ലേടാ. ഒരുത്തിന് മോഹൻലാലിന്റെ പടം കളിക്കണം, ഒരുത്തിന് മമ്മൂട്ടിന്റെ പടം കളിക്കണം. എന്താന്ന് വെച്ചാ അപ്പച്ചനല്ല, കുപ്പച്ചൻ. രണ്ടും അടിപിടി കൂടി നടന്നു. നാളെ നമ്മുടെ റാക്കീസ് കളിക്കാനിരുന്ന കിങ് പങ്കജവല്ലി കൊണ്ടുപോയി അവളുടെ റാക്കീസ് കളിപ്പിക്കാൻ പോവാ. അതിന് പങ്കജവല്ലി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. 1 മാസം മുമ്പേ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല തിയേറ്ററിൽ ഡേറ്റ് എഴുതി സ്ലിപ്പ് ഔട്ട് ചെയ്തു. അതൊരു വെള്ളക്കടലാസ് ഒട്ടിച്ചെങ്കിൽ മറച്ചേര്. നാളെ കിങ് കളിക്കാൻ പോകുന്നത് പങ്കജവല്ലി ടാക്കീസ്. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഇതെങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കറക്റ്റ്. ഓ എന്തൊരു സ്നേഹം. സ്നേഹം തന്നെ. ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഞാൻ പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ജോസഫ് ചാക്കയുടെ മകനാണെങ്കിൽ, ഞാൻ ശ്രീമംഗലത്ത് അനന്തകൃഷ്ണന്റെ മകനാണെങ്കിൽ നാളെ കിങ് ജോസഫ് കൃഷ്ണ ടോക്കീസിൽ കളിച്ചിരിക്കും. കറക്കട കറക്കട ആഞ്ഞ് കറക്കട. വേണ്ട സാർ, കറങ്ങല്ലേ കറങ്ങണ്ട. എനിക്ക് കാറ്റ് വേണമെന്ന് തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റ് കൊണ്ടോളാം. വേണ്ട. എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും? സാറിന്റെ കാറ്റ് പോകുന്നവരെ തോന്നിയ ദിവസം പറയാതെ ഫാൻ കറക്കട. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊലിച്ച് പണിയെടുക്കുന്നത് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്. ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ.
ഇനി കുറച്ചേരെ സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങണില്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ, സാറിനൊരു രജിസ്റ്റേഡ് ഉണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പേപ്പർ രജിസ്റ്റർ ആയിട്ട് വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ എന്ന് ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. പോവാൻ വരട്ടെ. അയ്യോ, 50ന്റെ നോട്ടാണല്ലോ, ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല. അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ അയ്യോ സാർ, ശരിയായി. മുന്തിരി കുറച്ച് വെള്ളം എടുത്തുണ്ടോ സാർ? സാർ സാർ ഇംഗ്ലീഷിലാ. അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു. സാറിന് ജീവൻ വന്നു. എന്താ സാർ കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. വീണ്ടും പോയി. സാർ, ശശി ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടർമാരൊക്കെ വേണം, ഒരു ഡോക്ടർ പോരെ? മതിയിടോ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ಡಾಕ್ಟರ್ ಅಲ್ಲ ಸರ್ ശരിയാಗಿ ಹಿಡ್ಕೊಳ್ಬೇಕು. ഡോക്ടറെ, ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ. എന്താ, എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? അതാവാൻ വഴിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ട് കിടക്കാനെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാൽ മതി, എല്ലാം ശരിയാവും. വാ, അല്ലെങ്കിൽ തന്നെ അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തിവെക്കുന്ന. ആണോ? എന്നാ സൈക്കിളിൽ കറിക്കോ. ഇതിലോ? ആ, നടന്നു പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പോകും. പെട്ടെന്ന് കറിയോ? പതുക്കെ. എന്തൊരു വെയിറ്റപ്പാ, മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല്ലേ, എനിക്കില്ലോ. ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ. വന്നാ ഒരു കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കലും വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ്ണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിലറിയണ്ടെന്നേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആണെന്ന് പറഞ്ഞാൽ മതി. എന്താ? ശരി. സാറേ, ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ. എടാ, എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വിട്ടിട്ട് സാറ് ഇവിടെ വന്നു സൊല്ല. ഞാൻ 3-3:30 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പോലീസുകാർ നെഞ്ചത്തേർന്ന് ഇറങ്ങിയേനെ. എല്ലാം കുളമാക്കിയോ? കുളമാക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം. വാ. യെസ്, വിമൻസ് ഹോസ്റ്റൽ. മേറ്റിനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? രേവതിയുടെ ഫാദറാണ് ഗംഗാധരൻ നായർ. കൊച്ചിയിൽ നിന്ന് STD ആണ്. രേവതിയെ വിളിക്കണോ? വേണമെന്നില്ല. ഇപ്പൊ സ്റ്റഡി ടൈം അല്ലേ, അവള് പഠിക്കട്ടെ. ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവളെ നാട്ടിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ മോശമില്ല, പക്ഷെ ഈയിടെയായിട്ട് ചില അഫയേഴ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ? കൊല്ലും ഞാൻ അവളെ. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ട് വരണോ? വേണ്ട, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കത്തുകൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വേണ്ട, എനിക്കൊന്നും കാണണ്ട. കണ്ടാൽ ആ ദേഷ്യത്തിന് ഞാൻ അവളെ 2 കഷണമാക്കും. അവളുടെ പഠിപ്പ് ഞാൻ അവസാനിപ്പിക്കും. അതൊക്കെ സിസ്റ്റർ തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക്. പിന്നെ വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താൽ മതി. ശരി. വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസിനുണ്ട്, അയാളെ അറിയിച്ചാൽ മതി. വിഷ്ണുനാരായണൻ എന്നാണ് പേര്. പ്ലാന്റർ ആണ്. ഓ, വിഷ്ണു താങ്കളുടെ കസിനാണോ? വിഷ്ണുവിനെ ഞാൻ അറിയും. ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഓഹോ, എങ്കിൽ സിസ്റ്റർ ഒരു ഉപകാരം ചെയ്യണം. ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയണം, അവളെ ഒന്ന് ഉപദേശിക്കാൻ. പുറത്തു വിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി. ഓക്കെ, STD ആണ്. നിർത്തട്ടെ. താങ്ക് യു സിസ്റ്റർ. കലക്കിട്ടോ, സമ്മതിച്ചിരിക്കുന്നു. ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? ഏറ്റാതെ ഇപ്പൊ വരും ഫോൺ. കണ്ടോ?
ഹലോ, വിഷ്ണു ഹിയർ. നമസ്കാരം സിസ്റ്റർ. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? കൊച്ചിന്ന് ഗംഗാധരനായി വിളിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കസിനാണെന്ന്. ഓഹോ, ഏട്ടൻ എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ഒരു കുട്ടി അവിടെ ഉണ്ട്, രേവതി. അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മിസ്റ്റർ വിഷ്ണുവിന് നാളൊന്ന് ഇവിടെ വരെ വരാൻ അസൗകര്യം ഉണ്ടാവുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം, അത്യാവശ്യമാണ്. ഓക്കെ സിസ്റ്റർ, നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ അവിടെ വരാം. താങ്ക് യു. എപ്പടി ഗോപാലകൃഷ്ണ. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. വേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. അളിയ വണ്ടി കൊള്ളാം, ഒന്ന് ലൈനിട്ട് നോക്കിയാലോ? അന്നത്തെ പോലെ തല്ലുവല്ലോം കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളൂ. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരനെന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര്. പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ എന്ന്. നമ്മൾ വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? ലത. നൈസ്. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. പ്ലീസ്. കളവൻ നമ്മളെ വെട്ടിയിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മ വന്നത് വളരെ നന്നായി. ഞങ്ങളും ആ വഴിക്കാം, ഒന്ന് വിട്ടേര്. വേണമെങ്കിൽ ബസ് വാഴ അടിച്ചോണ്ടിരിക്കാതെ കേറേ. പോട്ടെ, റൈറ്റ്. ഡിങ് ഡിങ്. വണ്ടി വിടമ്മവ. എവിടാ നിങ്ങൾക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മവ. വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമാവ. വിടമ്മവ. പെട്രോളൊക്കെ ഉണ്ടല്ലോ, ജാലിയായിട്ട് വിട്ടു പോ. എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. വലത്തോട്ടാണോ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റേ അപ്പൊ ഇടത്തോട്ട് ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായിരിക്കും. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. പോട്ടെ പോട്ടെ. ഇവിടെയല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാവും. ഇനി ഓർഡറെ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ മാന്യന്മാരെ കൊണ്ട് തള്ളിക്കുന്നത് മോശമാ. ഇതോ പാചമല്ലേ? അയ്യോ അയ്യോ. അളിയാ, ഒരു കോളുണ്ട്.
രണ്ട് നല്ല കിണ്ണം ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുക. വല്ല കിളവികളും ആയിരിക്കും. വാടാ. എടാ നീ വരുന്നില്ലേ? വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേടാ? ആ മോശമാണ്, നീ വരണ്ട. അല്ല, ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം? എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല, ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ. എവിടെയാണ്? കൂടുതൽ വാചൊന്നും അടിക്കണ്ട, വേണേ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ? നമ്മുടെ മറ്റേ കക്ഷി. ഈ ശല്യം ഇവിടെ വന്നു. ഇയാൾ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ലേ? നമുക്കൊന്ന് കൊളുത്താം. വയസ്സുകാലത്ത് കുളിക്കാനിറങ്ങിയോ അതോ കിടക്കാനിറങ്ങി? കുളിച്ചാ ശരിയാവൂല, തലയെ പുരട്ടിക്കുന്ന ചായം പോവും. ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ അമ്മാവാ. ഒരു റെക്കമെൻഡേഷൻ. വേണോ അമ്മാവോ? ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയി. ഞാൻ കിമ്പളം വായിക്കുന്ന കംപ്ലൈന്റ് ഒടിപ്പിച്ച എന്റെ ശത്രു എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കില്ല. വിടുവാ 12. എന്താ തമ്മാനെ, എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്. ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സാറ് പറഞ്ഞത് ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം മതി. ഇപ്പൊ ഒരു ഡസനായി. ഞാൻ 11 പോട്ടാച്ച്. പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ പൗലോസ് ഞാനോ കത്തിങ്ങാടോ. സത്യം പറയടാ, എന്താണ് ഉണ്ടായത്? നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇവന്മാരോട് നമ്മുടെ കുഞ്ഞവിടെ ചോദിക്കേ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ എല്ലാത്തിനും കുത്തി കീറിക്കളഞ്ഞാൻ. പ്ലീസ് നിങ്ങളൊന്ന് സമാധാനിക്ക്. ഞാൻ ജീവൻ ഇന്നലെ വൈകുന്നേരം കൃത്യം 6:39 നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല. കൃത്യം 7:39 ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട്. അയ്യോ, അത് ചായപ്പൊടിയിൽ ഓടിക്കാൻ പോയതാ. കൃത്യം 8:39 എനിക്ക് പരാതി കിട്ടിയത്. അതൊക്കെ പിറകെ എന്നെ നടന്നത്. ബഹളം വെക്കണേ. ഇവ രക്ഷപ്പെടാൻ നോക്കണ്ട. തമ്പാന് കീഴടങ്ങ്. കുട്ടിയെ തട്ടിയോ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ജീവാ എന്താ? അയ്യോ, മോനെ, മോനെ, എന്റെ പൊന്നു മോനെ. സോറി സാർ, ഐ എം റിയലി സോറി. ആക്ച്വലി സംഭവിച്ചെന്താന്ന് വെച്ചാൽ സോറി മതി. എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം? കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ. സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു സിനിമ കാണണമെന്ന്. ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു. അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങൾ വന്നപ്പോ പോലീസേട്ടൻ കുളിക്കായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അവനങ്ങ് ഉറങ്ങിപ്പോയി. ഞാനും ഒന്ന് മയങ്ങി. വീട്ടിൽ പോണ കാര്യം അവനും മറന്നു, അവനിവിടെയുള്ള കാര്യം ഞാനും മറന്നു. അതാ ശരിക്കും സംഭവിച്ചത്. മിസ്റ്റർ ജീവൻ, വളരെ ലാഘവത്തോടെ നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇവനെ കിട്ടുന്നവരെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി സാർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ, ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ. ഒരു കുറവും കൂടാതെ അവനെ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. കണ്ടില്ലേ, ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കണം. ഇതിനെത്ര ചൂടാവേണ്ട കാര്യം എന്താ പെങ്ങളെ? ഇവനെ കൂടാതെ വേറെ 3-4 വീട്ടിലില്ലേ? ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ലാന്ന് വെച്ചെന്താ ഉറക്കം വരില്ലേ? ഇതുവല്ലേ പൂത്തായി? അത് മനസ്സിലാവണമെങ്കിലേ തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. മിസ്റ്റർ ജീവൻ, 3 അല്ല 300 എണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ. തനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴേ മനസ്സിലാവൂ, പണം കൊണ്ട് മാതൃത്വത്തിന് മാത്രം വില പറയാൻ പറ്റില്ല.
എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ? കാലയിലെ ഒരു കേസ് കിടച്ച് എന്റെ മര്യാദ പോച്ചേ. അയ്യോ എന്റെ ഈശോ! എടാ ബ്ലാക്ക്, നിന്നാടെന്നെ ചവിട്ടി കൊല്ലാനല്ല പറഞ്ഞതേ, ചവിട്ടി തിരുമാനാണ്. ഞാൻ തിരുമണയാണ് മുതലാളി. ആണാണ്. ഇതെന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളെ ഉണക്കച്ചമ്മീൻ ചവിട്ടി പൊളിക്കണത് മാരി ചവിട്ടി കൂട്ടണത്? ഓ, ഇതിലും ഭേദാ വള്ളത്തേന്ന് വീണ് ജാഗാർന്ന് കേട്ടാ. ഞാൻ പഠിപ്പിച്ച തിരുമക്ക നീ മറന്നു പോയാ മകനെ. ആ മൂസതിന്റെ വീട്ടിൽ പോയാ പിന്നെ ഇവന് സ്വല്പം പട്ടായി കേട്ടാ. മുതലാളി സംഗതി സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന് ഇതെല്ലാം കൂടി ഇട്ട് ചവിട്ടിക്കൂട്ടും കേട്ടാ. പോടാ, അങ്ങനെ ചവിട്ടി കൂട്ടിയിട്ട കാര്യമുള്ളു. മുതലാളിയുടെ വായിന്ന് പത വരണം. വായിന്ന് പത വരാൻ എന്താണ്? മുതലാളി പേപ്പറ്റിയാണ്. പോടാ മണ്ട, ശരീരത്തിലെ കേട് മുഴുവൻ പതയായിട്ട് പുറത്തു വരണം. അത് ശരിയാണല്ല. അലക്കുപൊടിയിട്ട് തുണി അലക്കുമ്പോ അഴുക്കുമ്പോ പതയം വരും. ആ പത വന്ന് തുടങ്ങി കേട്ടാ. ആ കയറങ്ങാനും പൊട്ടിയാ മുതലാളിയെ തിണ്ണേന്ന് വടിച്ചെടുക്കേണ്ടി വരും. അയ്യോ, എവനിപ്പോ നന്നായിട്ട് തിരുമുണ്ടല്ലോ. സുഖം ഉണ്ടോ മുതലാളി? പിന്നെ ഇപ്പൊ നല്ല സുഖം ഉണ്ടാ. എടാ പത്രോസേ, എന്താ മുതലാളി? നമ്മ ക്രിസ്ത്യാനികൾ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കത്തില്ലെങ്കിലും ഞാൻ നോക്കിക്കും കേട്ടാ. നീ കിടപ്പ് കണ്ടാ അറിയാവല്ലേ. അതല്ലടാ കോപ്പേ, ആ ജോത്സ്യകരന്റെ പേസ് കെട്ടുമ്പോ നോക്കി പറയണേ, IAS-കാരെ IPC-കാരെ ഒന്നും നോക്കി തെണ്ടി നടക്കണ്ട. നമ്മുടെ ബ്ലസ്സിമോളെ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ട് കെട്ടിച്ചേക്കാൻ പ്രായമണി കൂടുതലാണെങ്കിൽ ഇവൻ നല്ല പണിക്കാരനാണല്ല. എന്റെ കർത്താവേ, ഞാൻ ആ ജോത്സ്യകന് ഒരു കൊമ്മസ്രാവിനെ കൊടുക്കും. എന്റെ ബ്ലാക്ക് മോന്റെ ഭാഗ്യം ഇല്ലടാ. ഒന്ന് ചിരിക്കടാ. അയ്യോ, മുതലാളി ചത്ത്. ഞാനോട് കള്ളക്കണക്ക് പറയും. ഓടിക്കോടാ ബ്ലാക്ക്, നീ മുതലാളിനെ കൊന്നടാ. അയ്യോ, ഞാൻ ചത്തന്ന് കണ്ടപ്പോ എന്തൊരു സന്തോഷം. ഓ എടാ, എന്റെ ഉളുക്ക് പോയടാ. കണ്ടാ ലോക്കൽ ബോഡി. മോനെ നിന്നോടാ ഞാൻ പറഞ്ഞത്, അല്ലതും കഴിച്ചു പോകാം. ഞങ്ങൾ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. 9:30 മിനിറ്റ്സ് കാണാനുള്ളതാ. പുറത്തുനിന്ന് വല്ലതും കഴിക്കാം അല്ലേ? ചീഫ് മിനിസ്റ്റർ വിളിക്കാണെങ്കിൽ ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാന്ന് പറഞ്ഞേക്കോ. റൈറ്റ്. 7th ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവൽ ചെയ്തതിനു ശേഷം മാത്രം. എന്താടാ അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോണവരുടെ പോക്ക. ഇന്ന് അവരുടെ 200-250 രൂപ പോക്ക. അവൻ ഒരു MLA ആവും. ഗ്ലാസ് ടോസ്റ്റ് വേണേ സമ്മതിക്കാം, പെരിസ്ട്രോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. ആട്ടോയോ? എന്താ കാണത്തെന്തെങ്കിൽ പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ അങ്ങ് ഊട്ടിയിലെത്തിയിരിക്കും. ഹിരോഷ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോൾ അടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും? അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. വരാൻ വഴിയില്ല സാർ, ഞാൻ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കൊടുത്തതാ. എനിക്കിതൊക്കെ മനസ്സിലാവൂടോ. അരമീറ്റതെങ്കിൽ അരമീറ്റത് ഒപ്പിച്ച് കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് എന്റെ അടുത്ത് നടക്കില്ല. ഈ പണി ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥയിൽ വന്നിരിക്കുന്നത്. അബദ്ധത്തിലും എന്ത് അബദ്ധം? ഒന്നും പറയണ്ട, ഇതങ്ങ് മാറ്റി കൊടുത്തേക്കൂ. അരമീറ്ററിന്റെ കാശ് ഞാൻ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഇത്തിരി പ്രാരാബ്ധമൊക്കെ ഉണ്ടെന്ന് കരുതി ഇതുവരെ മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. വിട്ടുകള ഗോപി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ മോഹനേട്ടാ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അതിനെ എങ്ങനെ അയാളുടെ ചെവിയിൽ എത്തിക്കുന്നുള്ളതാണ് പ്രശ്നം. എന്ത് പറ്റി? ഒരു ബാങ്ക് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, മാനേജർക്ക് ഇന്ന് രാത്രി ഒരു ട്രീറ്റ് കൊടുത്തു. ട്രീറ്റോ? അതെന്താ? ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുടിപ്പിച്ച് കിടത്തുക എന്ന് പറയും. ഏറ്റു, തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു. ഹെഡ് ഓഫീസ് പോവാൻ പറ. എത്ര രൂപ വേണമെന്ന് എനിക്ക്? 2 ലക്ഷം രൂപ വേണം. അയ്യോ വേണ്ട സാർ, 50,000 മതി. തന്നിരിക്കുന്നു. പാണാട്ട ഗോപിനാഥന് അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒഴിക്കണോ? മതി സാർ. താ ഒട്ടും കഴിച്ചില്ലല്ലോ. അല്ല, ഫുൾ ഫിറ്റ് ആണ് സാർ. 5 ലാർജ് ഞാനും വിട്ടു.
ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങളോർത്ത് ഞാൻ കരയും സാർ. വീട്ടിലെ കാര്യം ഓർത്ത് ആരാടോ കരഞ്ഞു പോവാത്തത്? അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ? ഗോപി, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? അത് വേണോ സാർ? കർത്താവേ, ഞാൻ ഭർത്താവില്ലാതെ പറ്റൂ. കർത്താവിന്റെ കാരുണ്യം കൊണ്ടേഴും ചത്തു. എന്റെ പൊന്ന് സാറേ, ഇത് ആരോഗ്യത്തിന് ഹാനികരമാ. വന്നേ, നമുക്ക് പോവാം. കയ്യുള്ളോ? ഹായ് ഗോപി, കാർ ചേസ്. ഇങ്ങോട്ട് മാറിയടാ. ഇങ്ങോട്ട് മാറിയിക്കാൻ. താൻ ഗോവയിലായിരുന്നോ? ഗോവയിലെവിടെ? ഗോവ സെൻട്രൽ. ഗോവ സെൻട്രോ? ഇത് ഗോവ, ഇത് ഡാമൻ ഡ്യൂ. ഗോവയ്ക്കും ഡാമൻ ഡ്യൂക്ക് ഇടയ്ക്ക് നടുക്ക് സെന്റർ. സത്യം പറയടാ, എന്താ എന്റെ ജോലി? പറയടാ. ദേഹണ്ണം. എന്തോ ദേഹണ്ണം. ഈ കല്യാണത്തിന് ചാപ്പാടുണ്ടാക്കണ ഏർപ്പാടിന്റെ. സ്വതന്ത്രം നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നപ്പോ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം. ശുപാർശക്കാരി കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലി നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി അർജന്റ് ആയിരുന്നു. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്തെന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നും ആക്കണ്ട പ്ലീസ്. സംസാരിക്കാൻ നേരമില്ല, എനിക്ക് ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എടാ, അതിനു മുമ്പ് ഈ അപ്പോയിന്റ്മെന്റ് പിള്ളസാൻ ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോകും. ടൈമില്ല സുഹൃത്തെ. നിങ്ങൾ നേരെ പോയാൽ മതി. ഹിരോഷിനെ കണ്ടിരുന്നു പറഞ്ഞേക്കൂ. ഓക്കെ, ആ കാക്കി യൂണിഫോമിന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. നിന്റെ കുണുക്ക ഞാൻ നിർത്തി തരാം. അല്ല, ആ പോയതൊരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ. പരന്തു, നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാമു, അത് ഞാനൊരു റിഹേഴ്സൽ നടത്തി നോക്കിയല്ലോ. അപ്പൊ നന്നാവും. ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എച്ച് എം എത്തിയിട്ടില്ല. എച്ചമോ? എച്ച് എം ഹോം മിനിസ്റ്റർ എത്തിയിട്ടില്ല. ഒരു മണിക്കൂറാവും. അതിന് ഞാൻ എന്തോ വേണം? നമുക്ക് ഒരേ കാപ്പ് കുടിക്കാം. എന്താ? എന്തിന്? എടാ, മിനിസ്റ്റർ ഒരാൾ കാര്യം നടക്കൂ. അയ്യോടാ, നീ മിനിസ്റ്ററും ഗവർണറും ഒന്നും കാണണ്ട. നീ ആ സെക്ഷനിൽ പോയി ചോദിച്ചാൽ മാത്രം മതി. സാർ, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും അടുത്ത ബാച്ചിനെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കുക ഒന്ന് നോക്കി പറയാമോ സാർ? ഇത്രേ ഉള്ളു കാര്യം. എടാ, ഇത് സെക്രട്ടേറിയറ്റ് ആണ്, കാളത്തന്തല്ല. നീ പറയുന്ന സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അയ്യോടാ, ഒരു മിനിസ്റ്റർ, ഒരു ഡിപ്പാർട്ട്മെന്റ്. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ മിനിസ്റ്ററുടെ ടേബിൾ കടന്നു വേണം പോകാൻ. അതെ, പോണം. പൊയ്ക്കോ. പോകുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പോയി ഡിപ്പാർട്ട്മെന്റിൽ ഇക്കാര്യം തോമസ് ഊട്ടെടുത്തോ രാമേന്ദ്രന്റെ അടുത്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ അതുവഴി വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പസം തെറ്റും. ഈടാ, അതിന് നിങ്ങളുടെ ഇരിപ്പത്തിനാ തെറ്റുന്നത്. ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇടാ, ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ, വെരി ക്ലോസ്. ചുരുക്കത്തെ സംഗതി നടക്കില്ലെന്നർത്ഥം. ഒരിക്കലും ഇല്ല. റീത്ത നടന്നോളൂ, ഞാൻ വരാം. നീ ഇവിടെ വെയിറ്റ്. ഞാൻ റീത്തയുടെ ഒരു മാർക്ക് ലിസ്റ്റ്. അല്ലേ വേണ്ട, നീ കോപ്പി വെച്ച് വെയിറ്റ്. ഞാൻ അവിടെ വരാം. അല്ലേ വേണ്ട, ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീത്തയുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത്.